സർ, വളരെ അടിയന്തരമായ ഇടപെടൽ ആവശ്യമായ വിഷയമാണ് ഞാൻ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. മാർച്ച്, ഏപ്രിൽ, മെയ് പകുതി വരെയും ഒരിക്കലും അനുഭവിക്കാത്ത രീതിയിലുള്ള ചൂട് കൊണ്ട് രാത്രിയിൽ ഫാൻ ഇട്ടാൽ പോലും വിയർത്തൊലിക്കുന്ന അവസ്ഥ, നമ്മുടെ ഉറക്കം പോലും കെടുത്തിയ ദിവസങ്ങളാണ് നമ്മൾ അനുഭവിച്ചത്. ഒരു വേനൽ മഴയ്ക്കായി കാത്തിരുന്ന നമ്മൾക്ക് മെയ് പകുതിയിൽ ആശ്വാസക്കുളിരായി മഴയെത്തി. പക്ഷേ ആ സന്തോഷം ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് ഇല്ലാതാവുകയാണ് ഉണ്ടായത്. ആകാശത്തു നിന്നും തുള്ളിക്കൊരു കുടം പോലെ പെയ്തിറങ്ങിയ മഴവെള്ളം മൂലം ഒഴുകിപ്പോവാൻ ദിക്കറിയാതെ റോഡുകളും കാനകളും നിറഞ്ഞു കവിഞ്ഞ് ഒറ്റ ദിവസത്തെ മഴ കൊണ്ട് തന്നെ കേരളത്തിലെ കൊച്ചിയിലും പ്രധാന നഗരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും മലിനജലം ഉൾപ്പെടെ കയറി ജനജീവിതം ദുസ്സഹമാകുകയും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് നഗരപ്രദേശങ്ങളാണ് വെള്ളക്കെട്ട് മൂലം കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. ജനങ്ങൾ വീടിന് പുറത്തിറങ്ങാൻ പോലും സാധിക്കാതെ ബുദ്ധിമുട്ടുകയും വ്യാപാരം നിലയ്ക്കുകയും ഗതാഗതം താറുമാറാകുകയും ചെയ്യുന്ന സ്ഥിതിയാണ് നാം കാണുന്നത്. തൃശ്ശൂരിൽ ആശുപത്രികളിൽ ഉൾപ്പെടെ വെള്ളം കയറിയത് മൂലം രോഗികൾക്കുൾപ്പെടെ ദുരിതം സൃഷ്ടിക്കപ്പെട്ടു. ഒഴുകിപ്പോകാതെ കിടക്കുന്ന വെള്ളത്തിൽ നിന്നും ഉണ്ടാകാറുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ജനങ്ങളെ ബാധിച്ചിരിക്കുകയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ സമയബന്ധിതമായി നടത്താത്തതും മുൻകാലങ്ങളിൽ വെള്ളം ഒഴുകിപ്പോയിക്കൊണ്ടിരുന്ന ഓടകളും ചാലുകളും അനധികൃത നിർമ്മാണം മൂലം തടസ്സപ്പെട്ടതുമാണ് പലയിടങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണം. സർ, മണിക്കൂറുകളുടെ വേനൽ മഴ കൊണ്ട് അനന്തരഫലം ഇതാണെങ്കിൽ കാലവർഷം ശക്തിപ്പെട്ടാൽ നമുക്ക് എന്ത് സംഭവിക്കും എന്നത് അചിന്തനീയമാണ്. മഴവെള്ളം ഒഴുകിപ്പോവേണ്ട തോടുകളൊക്കെ ഇന്ന് നഗരങ്ങളിൽ ഇല്ലാതായി. കുളങ്ങളും കിണറുമൊക്കെ അപ്രത്യക്ഷമായി. നിലങ്ങളും പാടങ്ങളും ഒക്കെ നമ്മൾ നികത്തിക്കഴിഞ്ഞു. പുഴകളിലാണെങ്കിൽ എക്കൽ നിറഞ്ഞു. പുഴ കരയാവുന്ന കാഴ്ചയാണ് സർ കൊച്ചിയിൽ. ഒഴുകിയെത്തുന്ന മഴവെള്ളത്തിൽ പകുതി പോലും പുഴയിൽ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. കൊച്ചിയിൽ മെട്രോയുടെ അശാസ്ത്രീയമായ കാന നിർമ്മാണം മൂലം വെള്ളക്കെട്ട് പലയിടങ്ങളിലും രൂക്ഷമാണ്. മുൻകാലങ്ങളിൽ ഫെബ്രുവരി മാസത്തോടെ പൂർത്തിയാകുന്ന മഴക്കാല പൂർവ്വ ശുചീകരണം ഈ മെയ് മാസത്തെ മഴ പെയ്തതിനു ശേഷമാണ് കൊച്ചിയിൽ പലയിടങ്ങളിലും പ്രവർത്തനം ആരംഭിച്ചത് തന്നെ. മഴക്കാലത്തിന് മുമ്പ് തന്നെ ചെയ്യേണ്ടിയിരുന്ന ശുചീകരണം വൈകിയതിനാൽ കോരി വയ്ക്കുന്ന വേസ്റ്റ് നീക്കം ചെയ്യാത്തത് മൂലം അടുത്ത ചാറ്റൽ മഴയിൽ തന്നെ പൂർവാധികം ശക്തിയോടെ ശുചി ചെയ്ത തോടുകളിലേക്ക് ഈ വേസ്റ്റ് വീണ്ടും വീഴുന്ന കാഴ്ചയാണ്. കൊച്ചിയിലെ പേരണ്ടൂർ കനാൽ മൗത്തായ തേവര മാർക്കറ്റിന് സമീപം 2016 ആരംഭിച്ച പ്രവൃത്തികൾ ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല. ഇത് പനമ്പള്ളി നഗർ അടക്കമുള്ള പ്രദേശങ്ങളിലെ രൂക്ഷമായ വെള്ളക്കെട്ടിന് കാരണമായി. എറണാകുളം കലൂരിൽ നിന്നുള്ള വെള്ളം ചെലവന്നൂർ കായലിലാണ് എത്തിച്ചേരുന്നത്. എന്നാൽ കാരണക്കോടം തോട്, റെയിൽ നഗർ തോട് എന്നിവ വൃത്തിയാക്കിയിട്ടില്ല. ചെലവന്നൂർ കായലിന്റെ ശുചീകരണവും നടന്നിട്ടില്ല. ഈ കായലിൽ മാലിന്യം അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. കാനകളിലെ ചെളി നീക്കാൻ CSML ഫണ്ട് ഉപയോഗിച്ച് പുതിയ ജെറ്റിംഗ് കം സക്ഷൻ മെഷീൻ വാങ്ങി. കരാർ പ്രകാരം മെഷീൻ കേടായാൽ പകരം മെഷീൻ കൊണ്ടുവന്നതിന് ശേഷമേ ഇത് മാറ്റാവൂ എന്നുള്ളത് കരാറിലുണ്ടെങ്കിലും റിപ്പയറിന് ഇപ്പോൾ ഇത് കൊണ്ടുപോയിരിക്കുകയാണ്. പ്രവൃത്തികൾ കോടികൾ മുടക്കി വാങ്ങിയ ഈ മെഷീനിൽ നിന്ന് ഒരു പ്രവൃത്തികളും മര്യാദയ്ക്ക് നടന്നിട്ടില്ല. ഇത് അന്വേഷിക്കേണ്ടതാണ്. കരാറുകാർക്ക് ഇതുവരെ ചെയ്ത പ്രവൃത്തിയുടെ പണം കൊടുക്കാത്തത് മൂലം കരാറുകൾ ഒന്നും തന്നെ ഒരു വർക്കുകളും എടുക്കാൻ കരാറുകാർ തയ്യാറാകുന്നില്ല. ഇതുമൂലം പല പ്രവൃത്തികളും നടക്കുന്നില്ല. കോർപ്പറേഷൻ അധികൃതർ പറയുന്നത് പെൻഷൻ GST ഇനത്തിൽ കോടിക്കണക്കിന് രൂപ സർക്കാർ കൊടുക്കാനുണ്ടെന്നും അത് ലഭിച്ചാൽ പ്രശ്നം തീരും എന്നൊക്കെയാണ്. CSML, KMRL എന്നിവയിൽ നിന്നും കിട്ടിയ തുകകൾ കോർപ്പറേഷനിൽ വകമാറ്റി ചെലവഴിക്കുകയാണ് സാർ പല കാര്യങ്ങൾക്ക് വേണ്ടിയും. കുറേ വർഷങ്ങളായി ഗാന്ധിനഗറിൽ P&T കോളനി നിവാസികൾ ദുരിതം അനുഭവിക്കുകയായിരുന്നു. ഏകദേശം 18 കോടി രൂപ മുടക്കി അവരെ പുനരധിവസിപ്പിച്ചു.
കൊട്ടിഘോഷിച്ച ഒരു കാര്യങ്ങളായിരുന്നു നടന്നിരുന്നത്. സുരക്ഷിതമായി പുനരധിവസിപ്പിച്ചു എന്ന വൻ പ്രചാരണമാണ് നൽകിയത്. എന്നാൽ ഇപ്പോൾ അവർക്ക് നൽകിയ ഫ്ലാറ്റിൽ ഒരു മഴയിൽ തന്നെ ഈ കെട്ടിടങ്ങളെല്ലാം ചോർന്നൊലിച്ച് വീടിനുള്ളിൽ തന്നെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. സർ, ഈ വിഷയങ്ങളിൽ അടിയന്തരമായി ഇടപെടണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് വകുപ്പ് മന്ത്രി. സർ, ബഹുമാനപ്പെട്ട തൃക്കാക്കര അംഗം ഉന്നയിച്ചത് വളരെ ഗൗരവമുള്ളൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ 2024 മെയ് 28 പെയ്ത ശക്തമായിട്ടുള്ള മഴയിൽ എറണാകുളം ജില്ലയിലും നഗരത്തിൻ്റെ ചില പ്രദേശങ്ങളിലും കളമശ്ശേരി തൃക്കാക്കര നഗരസഭ അതിർത്തിയിലുള്ള പ്രദേശങ്ങളിലും അസാധാരണമായിട്ടുള്ള വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്. ആ വെള്ളക്കെട്ടിന് കാരണം പൂർണ്ണമായിട്ടും ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും ശരിയല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഒരു സാധാരണ വേനൽ മഴയിൽ പോലും ഇങ്ങനെ ഉണ്ടായാലെന്നാണ് പറഞ്ഞത്. സാധാരണ വേനൽ മഴയായിരുന്നില്ല സർ. IMD തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ് അത് മേഘവിസ്ഫോടനമായിരുന്നു എന്നുള്ളത്. അത് ബഹുമാന്യായിട്ടുള്ള അംഗം ശ്രദ്ധിക്കാതെ പോയതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മേഘവിസ്ഫോടനം കേരളത്തിൽ ആദ്യമായിട്ടാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 100 മില്ലിമീറ്റർ മഴ ഒരു മണിക്കൂറിൽ ലഭിക്കുന്നതിനെയാണ് മേഘവിസ്ഫോടനം എന്ന് നിർവചിച്ചിട്ടുള്ളത്. 103 മില്ലിലിറ്റർ മഴയാണ് മെയ് 28 കളമശ്ശേരി, തൃക്കാക്കര, അതുപോലെ കൊച്ചി നഗരസഭ അതിർത്തികളിലായിട്ട് ഒരേ സമയം ലഭിച്ചത്. അത് അപകടകരമായ അതിതീവ്ര മഴ എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. ആ കാറ്റഗറിയിൽ വരുന്ന മഴയാണ് റെഡ് അലർട്ടിന്, ഏറ്റവും ഉയർന്ന അലർട്ടായിട്ടുള്ള റെഡ് അലർട്ടിന് മാനദണ്ഡമായിട്ട് സ്വീകരിക്കുന്നത്. അപ്പോൾ അപകടകരമായ അതിതീവ്ര മഴ മേഘവിസ്ഫോടനം മൂലം ഉണ്ടായതാണ് മെയ് 28, അല്ലാതെ സാധാരണ വേനൽ മഴയായിരുന്നില്ല. ആ ധാരണ ബഹുമാനപ്പെട്ട അംഗം തിരുത്തണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. സർ, ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും വെള്ളക്കെട്ട് ഉണ്ടാവും. ഇത്രയും അളവിൽ മഴ പെട്ടെന്ന് ഒരു മണിക്കൂർ കൊണ്ട് പെയ്താൽ അത് എവിടെയാണെങ്കിലും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ അടുത്ത കാലത്ത് കണ്ടതാണല്ലോ ദുബായിലൊക്കെ ഉണ്ടായിട്ടുള്ള വെള്ളക്കെട്ട്. എന്നാൽ ആ വെള്ളക്കെട്ട് മറ്റു ചില കാരണങ്ങളുണ്ട്, ഞാനതിലേക്ക് വരാം. ഈ പ്രശ്നങ്ങൾ മഴക്കാല പൂർവ്വ ശുചീകരണം നടക്കാത്തതാണ് കാരണം എന്ന ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ അഭിപ്രായം വസ്തുതകൾക്ക് പൂർണ്ണമായിട്ടും നിരക്കുന്നതല്ല. മഴക്കാല പൂർവ്വ ശുചീകരണം ഇത്തവണ നടക്കുന്നതിന് ചില പ്രായോഗികമായിട്ടുള്ള തടസ്സങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്നുണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഫെബ്രുവരി മാസത്തിലല്ല സാധാരണ നടക്കാറുള്ളത്, ഏപ്രിൽ മാസത്തിലാണ് നടക്കാറുള്ളത്. ഇത്തവണ ഏപ്രിൽ 26 കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൊട്ട് പിന്നാലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് ഉന്നതതല യോഗം മെയ് 2 വിളിച്ചു ചേർത്തിരുന്നു ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന്. തുടർന്ന് മന്ത്രിമാരുടെ നേതൃത്വത്തിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലും എല്ലാ ജില്ലകളിലും ഉടൻ തന്നെ യോഗം ചേർന്ന് ഈ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അതിന് വിലക്കേർപ്പെടുത്തി. മന്ത്രിമാർ പങ്കെടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ യോഗങ്ങൾ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അസാധാരണമായിട്ടൊരു കാര്യമാണ്. കാരണം 26 ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോയി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷവും ഇത്തരമൊരു സാഹചര്യത്തിൽ, ഒരു ഡിസാസ്റ്റർ ഉണ്ടാകാൻ ഇടയുള്ളൊരു സാഹചര്യത്തിൽ അതിനെ കൈകാര്യം ചെയ്യാൻ പോലും ഇത്തരമൊരു യോഗം വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് വളരെ അസാധാരണമായ നടപടിയായിരുന്നു. അതിനെ തുടർന്ന് ഒരു ജില്ലയിലും മന്ത്രിമാർക്ക് യോഗം വിളിച്ചു ചേർക്കാനായില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ യോഗത്തിന് ശേഷം ഇപ്പോൾ തദ്ദേശ മന്ത്രി എന്ന നിലയിൽ ഞാൻ തദ്ദേശ സ്ഥാപന അസോസിയേഷൻ ഭാരവാഹികളുടെ യോഗമാണ് വിളിച്ചു ചേർത്തത്. കാരണം ഇലക്ഷൻ കമ്മീഷന്റെ വിലക്ക് കാരണം ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കാൻ പറ്റില്ല. ആ യോഗത്തിൽ പോലും ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിക്കാനായില്ല. എല്ലാ അസോസിയേഷൻ ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു ചേർത്തു. അവരെ വിളിച്ചു ചേർത്ത് ഈ പ്രവർത്തനങ്ങൾ മെയ് 18, 19 തീയതികളിലായിട്ട് സംസ്ഥാനത്താകെ നടത്താനുള്ള ആസൂത്രണം നടത്തി. ആ നിലയിൽ അത് നടക്കുകയും ചെയ്തിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കോർ കമ്മിറ്റി മീറ്റിംഗ് വിളിച്ചു ചേർത്തു. വീടുകളും പൊതുസ്ഥാപനങ്ങളും പൊതു ഇടങ്ങളും മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തി. ഹരിതകർമ്മസേനയെ കാര്യക്ഷമമായിട്ട് ഉപയോഗപ്പെടുത്തി വാതിൽപ്പടി ശേഖരണം ഉറപ്പാക്കി. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെയും സാഹചര്യങ്ങൾ വിലയിരുത്തി എന്തൊക്കെ നടത്താൻ സാധിക്കുമെന്ന കാര്യം പരിശോധിച്ചു. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗങ്ങൾ വിളിച്ചു ചേർത്തു. കാരണം മന്ത്രിമാരുടെ യോഗങ്ങൾ വിളിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു. ആ ജില്ലയിലെ 82 പഞ്ചായത്തുകളിലായി
1136 വാർഡുകളിലും 14 നഗരസഭകളിലെ 201 ഡിവിഷനുകളിലും ആരോഗ്യ ജാഗ്രതാ കർമ്മസമിതി, ആരോഗ്യ ജാഗ്രതാ സ്ക്വാഡ് രൂപീകരിക്കുകയും യോഗം ചേരുകയും ചെയ്തു. അതുപോലെ സ്ക്വാഡിന് പരിശീലനം നൽകി, മൈക്രോ ലെവൽ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി, ചെളി നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു. നീർച്ചാലുകൾ, തോടുകൾ എന്നിവ ശുചീകരിക്കുന്നതിൻ്റെ ഭാഗമായി ആകെ 404 കിലോമീറ്റർ വൃത്തിയാക്കുകയുണ്ടായി എറണാകുളം ജില്ലയിൽ മാത്രം. കൊച്ചി കോർപ്പറേഷൻ്റെ കാര്യം ഇവിടെ ബഹുമാനപ്പെട്ട മേയർ പറഞ്ഞു. സർ, മികച്ച പ്രവർത്തനം നടത്തിയൊരു നഗരസഭയാണ് കൊച്ചി കോർപ്പറേഷൻ ഇക്കാര്യത്തിൽ, മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ കാര്യത്തിൽ. 3600 കാനകളും 9 നാഷണൽ ഹൈവേ കലുങ്കുകളും 14 റെയിൽവേ കലുങ്കുകളും ചെളി നീക്കി വൃത്തിയാക്കി. TP കനാൽ 11 കിലോമീറ്റർ ദൂരം വൃത്തിയാക്കി. തേവര പേരണ്ടൂർ കനാലിലെ 10.75 കിലോമീറ്ററിലെ ചെളി നീക്കം ചെയ്തു. ചെറുതും വലുതുമായ 126 കനാലുകൾ ശുചിയാക്കിയിട്ടുണ്ട്. എല്ലാ കനാലുകളിലെയും പോളയും നീക്കം ചെയ്തിട്ടുണ്ട്. ഒഴുകിയെത്തുന്ന വെള്ളത്തിന് തടസ്സമുണ്ടാവാതിരിക്കാൻ TP കനാലിന്റെ മൗത്ത് 100 മീറ്ററിലധികം ദൂരം 2 മീറ്റർ ആഴത്തിൽ ഡ്രഡ്ജിംഗ് നടത്തിയിട്ടുണ്ട്. സ്ലാബുകൾ തുറക്കാതെ 100 മീറ്റർ അകലെ നിന്ന് പോലും ചെളി വലിച്ചെടുത്ത് നീക്കം ചെയ്യാൻ സക്ഷൻ കം ജെറ്റിംഗ് മെഷീൻ കൊച്ചിയിൽ ഉപയോഗിക്കുകയുണ്ടായി മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായിട്ട്. ഇവിടെ ബഹുമാന്യായിട്ടുള്ള അംഗം സക്ഷൻ കം ജെറ്റിംഗ് മെഷീൻ ഉപയോഗിച്ചതിനെ കുറിച്ച് ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. അത് വസ്തുതാപരമല്ല. കാരണം ഹൈക്കോടതി തന്നെ അഭിനന്ദിച്ചതാണ്. സക്ഷൻ കം ജെറ്റിംഗ് മെഷീൻ ഉപയോഗിച്ച് വെള്ളക്കെട്ട് തടയാൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതുണ്ടാക്കിയ മാറ്റം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ അഭിനന്ദിച്ചിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, ഈ പ്രവർത്തനങ്ങൾ ഹൈക്കോടതിയുടെ അമിക്കസ് ക്യൂറിയുടെ മേൽനോട്ടത്തിന് കീഴിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കോടതിക്ക് ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല വ്യക്തതയുള്ളത്. ഈ മെഷീൻ ഇടയ്ക്ക് കേടാവുന്നത് ശരിയാണ്. കേടാവുന്നത് മെഷീൻ്റെ പ്രശ്നം കൊണ്ടല്ല, വലിയ തോതിലുള്ള മാലിന്യം, ഹോട്ടലുകളിൽ നിന്നും റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെയുള്ള മാലിന്യം ഈ കാനകളിൽ തള്ളിയത് ഇതിൽ പോയി കുടുങ്ങുമ്പോഴാണ് കേടാവുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം അമിക്കസ് ക്യൂറി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുമാണ്. 10,000 ലിറ്റർ ശേഷിയുള്ള മെഷീനാണ് കൊച്ചി കോർപ്പറേഷൻ ഉപയോഗിച്ചിട്ടുള്ളത്. സർ, അപ്പോൾ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൊച്ചി കോർപ്പറേഷനിൽ നല്ല നിലയ്ക്ക് നടന്നിട്ടുണ്ട്. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും അത് നടത്തണം എന്ന് നമ്മൾ നിർദ്ദേശിച്ചിരുന്നതാണ്. എന്നാൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരേപോലെ നടന്നിട്ടുണ്ട് എന്ന് പറയാനാവില്ല. ഇപ്പോൾ കളമശ്ശേരിയുടെയും തൃക്കാക്കരയുടെയും കാര്യം ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പറഞ്ഞു. വലിയ വരുമാനമുള്ള 2 നഗരസഭകളാണ് കളമശ്ശേരിയും തൃക്കാക്കരയും. ഒരുപക്ഷെ കോർപ്പറേഷനേക്കാൾ വരുമാനമുള്ള നഗരസഭയാണ് തൃക്കാക്കര നഗരസഭ. എന്നാൽ ഈ 2 നഗരസഭകൾ പൊതുവിൽ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിലും മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ കാര്യത്തിലും വേണ്ടത്ര ശുഷ്കാന്തി കാണിച്ചിട്ടില്ല എന്ന കാര്യം ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ ഇടപെടലും സഹകരണവും ഇക്കാര്യത്തിൽ ഈ നഗരസഭകളെ കൊണ്ട് ഇക്കാര്യം ചെയ്യിക്കുന്നതിൽ ഉണ്ടാവണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കട്ടെ. ഇവിടെ അംഗം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം ശരിയാണ്. ഇപ്പോൾ കാനകൾ നികത്തുന്നതിനെ കുറിച്ച് കോർപ്പറേഷൻ്റെ കണക്ക് ഇവിടെ വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല. അതാണ് ഈ കാനകൾ നികത്തുന്ന കാര്യം ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ കളമശ്ശേരി നഗരസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാനയുടെ കാര്യം ഞാൻ പറയാം. 5 മീറ്റർ വീതി ഉണ്ടായിരുന്ന കാന 4.5 മീറ്റർ നികത്തി റോഡ് നിർമ്മിച്ചു. അതിൻ്റെ വീതി വെറും 1/2 മീറ്ററായിട്ട് കുറഞ്ഞു. സാർ, പിന്നെ മഴ പെയ്താൽ എങ്ങനെയാണ് വെള്ളം കയറാതിരിക്കുക? സാധാരണ മഴ പെയ്താൽ തന്നെ കയറും. അപ്പോൾ 103 മില്ലിമീറ്റർ മഴ പെയ്താൽ പിന്നെ എങ്ങനെ കയറാതിരിക്കും? പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഏറ്റവും പ്രധാന കാന ആ നഗരത്തിലെ അതാണ് 4.5 മീറ്റർ നികത്തിയത്. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം, ഇപ്പോൾ എടപ്പള്ളി തോട് നവീകരണത്തിന് കോർപ്പറേഷൻ 74 ലക്ഷം രൂപ നീക്കിവെച്ചു. എന്നാൽ കളമശ്ശേരി, തൃക്കാക്കര നഗരസഭകൾ പൈസ നീക്കിവെച്ചില്ല. വലിയ വരുമാനമുള്ള നഗരസഭകളാണ്. ഇറിഗേഷൻ അതിനുവേണ്ടി പണം നീക്കിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ ഈ നഗരസഭകൾ കുറച്ചുകൂടി കൂട്ടായിട്ട് പ്രവർത്തിക്കാൻ, സഹകരിക്കാൻ തയ്യാറാവേണ്ടതുണ്ട്. ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചൊരു കാര്യം ഈ സന്ദർഭത്തിൽ പ്രധാനമാണ്. ജനങ്ങളുടെ സഹകരണം ഉണ്ടാവണം എന്ന് ഹൈക്കോടതി പറഞ്ഞു. കാരണം മാലിന്യം വലിയ തോതിൽ കാനകളിൽ വന്ന് അടിഞ്ഞിരിക്കുകയാണ്. കോടതി തന്നെ പറഞ്ഞത് ടൺ കണക്കിന് മാലിന്യമാണ് കാനകളിൽ നിന്ന് നീക്കം ചെയ്തത് എന്നതാണ്. സർ, അപ്പോൾ മാലിന്യ സംസ്കരണം, അതിൽ നഗരസഭകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ പുലർത്തേണ്ട ശുഷ്കാന്തി വളരെ പ്രധാനമാണ്. അത് ചെയ്യാതിരിക്കുകയും അതിനോട് സഹകരിക്കാതിരിക്കുകയും വെള്ളക്കെട്ടുണ്ടാവുമ്പോൾ മുറവിളി കൂട്ടുകയും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ കൊച്ചി കോർപ്പറേഷനിൽ ബ്രഹ്മപുരത്തെ തീപിടുത്തത്തിന് ശേഷം മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ വലിയ പുരോഗതി നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. സർ, ഒരു ഹരിതകർമ്മ സേനാംഗം പോലും ഇല്ലാത്ത സ്ഥലത്ത്
ഈ സർക്കാർ നടത്തിയ പ്രത്യേക ഇടപെടലിന്റെ ഫലമായി ഒരു കൊല്ലം കൊണ്ട് 794 അംഗങ്ങളുള്ള ഹരിതകർമ്മ സേന സുസജ്ജമാക്കി പ്രവർത്തിക്കാൻ തുടങ്ങി കൊച്ചി കോർപ്പറേഷൻ. 120 ഇ കാർട്ടുകൾ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ വാഹനങ്ങൾ മാലിന്യ നീക്കത്തിനായിട്ട് കൊച്ചി കോർപ്പറേഷന് ലഭ്യമാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ 64 കണ്ടെയ്നർ MCFകൾ, ഒറ്റ MCF ഇല്ലാതിരുന്ന സ്ഥലത്താണ് 64 കണ്ടെയ്നർ MCF. ഒരു കണ്ടെയ്നർ MCFന്റെ സംഭരണ ശേഷി 30 ടണ്ണാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2000 ടൺ മാലിന്യം തെരുവിൽ പോയിരുന്നത് ഇപ്പൊ സംഭരിക്കാൻ കഴിയുന്ന തരത്തിൽ 64 കണ്ടെയ്നർ MCFകൾ കൊച്ചി കോർപ്പറേഷനിൽ നമുക്ക് സ്ഥാപിക്കാനായിട്ടുണ്ട്. 5 RRFകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 6 വികേന്ദ്രീകൃത ജൈവമാലിന്യ പ്ലാന്റുകൾ, അതിന്റെ ശേഷി 40 ടണ്ണാണ്, പ്രവർത്തിച്ചു തുടങ്ങി. ഒരു കൊല്ലമായിട്ടത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബ്രഹ്മപുരത്ത് CNG പ്ലാന്റ്, BPCLന്റെ CNG പ്ലാന്റ് അനുമതിയായി ഗ്രൗണ്ട് ലെവലിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. 18 മാസം കൊണ്ട് അത് പൂർത്തിയാവും. സാർ, ബയോമൈനിങ്, ബ്രഹ്മപുരത്ത് ബയോമൈനിങ് 37% പൂർത്തിയാക്കാനായി. സർ, തീപിടുത്തം ഉണ്ടായപ്പോൾ വലിയ ആക്ഷേപം ഇവിടെ ഉയർന്നു വന്നതാണല്ലോ. 37% പൂർത്തിയാക്കാനായി. ഞാൻ പറഞ്ഞു വന്നത്, കോർപ്പറേഷന്റെ കാര്യത്തിൽ നല്ല പുരോഗതിയും മാറ്റവും ഉണ്ടായിട്ടുണ്ട്. പൊതുവിൽ തദ്ദേശ സ്ഥാപനങ്ങളാകെ ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ വന്നാൽ നമുക്ക് ഈ കാര്യത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. സർക്കാർ അതിനുള്ള നടപടികൾ, ഇത് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികൾ വളരെ ആസൂത്രിതമായി തന്നെ സ്വീകരിച്ചു വരികയാണ്. ചോദ്യം. സർ, മന്ത്രി പറഞ്ഞ മറുപടി ഞാൻ പലതും ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലോ. കഴിഞ്ഞ സീസണിലും മേഘവിസ്ഫോടനം ഉണ്ടായി എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇനി ഈ മേഘവിസ്ഫോടനം ആവർത്തിക്കപ്പെട്ടാൽ നമ്മൾക്ക് ഏത് രീതിയിൽ ഇത് തടയാൻ സാധിക്കും? നമ്മൾ ഏത് രീതിയിൽ, എന്ത് പ്രവർത്തനം ചെയ്താണ് സാധാരണക്കാരെ രക്ഷിക്കാൻ കഴിയുക എന്ന് പറയണം. കോർപ്പറേഷൻ ചോദ്യം മനസ്സിലായി. മിനിസ്റ്റർ. സർ, മേഘവിസ്ഫോടനം ആദ്യമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഭാവിയിലും ചോദ്യം മനസ്സിലായല്ലോ. ചോദ്യം മനസ്സിലായി. അങ്ങ് പറയൂ. മേഘവിസ്ഫോടനം ആദ്യമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഭാവിയിലും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകും എന്ന് കണ്ടുകൊണ്ടാണ് സർക്കാർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. ആ മുൻകരുതലോടുകൂടിയാണ്. ഇപ്പോൾ നഗരാസൂത്രണത്തിൽ കാര്യമായിട്ടുള്ള മാറ്റം വരേണ്ടതുണ്ട്. അതിനുള്ള നടപടികൾ സർക്കാർ തുടക്കം കുറിച്ചു. സർക്കാർ ഇപ്പോൾ ഒരു നഗര കമ്മീഷനെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ശുപാർശ വരും. മാസ്റ്റർ പ്ലാൻ ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് റിസ്ക് ഇൻഫോം മാസ്റ്റർ പ്ലാനുകൾ ഇപ്പോൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിന് സർക്കാർ കൊച്ചി കോർപ്പറേഷന് വേണ്ടി മാത്രം 10 കോടി രൂപ അനുവദിക്കുകയുണ്ടായി. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ 200 കോടിയുടെ ഒരു പദ്ധതി കേന്ദ്ര സഹായം കൂടി ലഭ്യമായിട്ടുണ്ട്. കൊച്ചി കോർപ്പറേഷനും അത് ലഭ്യമാക്കാൻ കേരളത്തിൽ നിന്നുള്ള MP-മാർ, കൊച്ചിയിൽ നിന്നുള്ള MPയും കേരളത്തിൽ നിന്നുള്ള MP-മാരും ശ്രമിക്കേണ്ടതാണ്. അവർ ശ്രമിച്ച് വിജയിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ, സർക്കാരിന് കൃത്യമായ കാഴ്ചപ്പാടും സർക്കാരിന്റെ മുമ്പിൽ ഒരു കർമ്മ പരിപാടിയുമുണ്ട്. ഘടനാപരമായിട്ടുള്ള നടപടികളുണ്ട്, ഘടനേതരമായിട്ടുള്ള നടപടികളുണ്ട്, കമ്മ്യൂണിറ്റി അടിസ്ഥാനമാക്കിയിട്ടുള്ള സമീപനങ്ങളുണ്ട്, സംയോജിത ജലവിഭവ മാനേജ്മെന്റ് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്, സാങ്കേതിക വിദ്യ ഇതിനുപയോഗിക്കുന്നു, സക്ഷൻ കം ജെറ്റിംഗ് മെഷീന്റെ കാര്യം പറഞ്ഞു. അതുപോലെ നയപരവും ഭരണപരവുമായിട്ടുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കുന്നു.